ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ ദേ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാനും ബാത്തൂസ് ഇരുന്ന് റസ്ക്കും ചായയും കുടിക്കാൻ കേട്ടോ. അപ്പോൾ അവരുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞവർ എണീറ്റ് പോയി കളിക്കുകയാണ്. സുഡാപ്പി TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്തൂസ് എൻ്റെ കൂടെ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് അവിടെ ഇരുന്നതാണ്. അപ്പോൾ ഞാൻ ചോറിനുള്ള കലമൊക്കെ ഒന്ന് കഴുകി അതൊന്ന് സെറ്റാക്കുന്നവരെ അവളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനും പാത്തൂസും ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കുറേ നേരമില്ല കാത്തിരിക്കണേന്ന് വെച്ചിട്ട് അങ്ങനെ ചായ കുടിക്കാൻ പോയതാണ്. പിന്നെ ഞാൻ അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് അതിനെ എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നാളികേരം ഞാൻ നേരത്തെ എനിക്ക് വശം ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. പത്തിരിപ്പൊടിയുടെ പുട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇന്നും ഉണ്ടാക്കുന്നത്. പത്തിരിപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ പത്തിരിപ്പൊടി എന്ന് പറയാനായിട്ട് നല്ല നൈസായിട്ടുള്ള പൊടിയല്ല കേട്ടോ ഇത്. നമുക്കന്ന് നോമ്പിന് പള്ളിയിൽ നിന്ന് കിട്ടിയ പൊടിയായിരുന്നു കേട്ടോ കിറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. അല്ലാണ്ട് ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ നൂലപ്പം ഉണ്ടാക്കിയിട്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ പത്തിരി ഉണ്ടാക്കിയിട്ട് എനിക്ക് എന്തോ ഒരു സുഖം തോന്നണില്ല കേട്ടോ. അപ്പോൾ പിന്നെ നൂലപ്പം അതുപോലെ തന്നെ നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാനായിരിക്കും നല്ലതെന്ന് തോന്നണം. അതിൻ്റെ ശേഷം ഞാൻ പുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ അതേ ഇവിടെ നിന്ന് അടിച്ച് വാരുകയാണ് കേട്ടോ. അപ്പോൾ പാത്തൂസ് ആദ്യം ചൂലൊക്കെ എടുത്ത് പോയി ഞാൻ അടിക്കാമെന്നും പറഞ്ഞിട്ട് പിന്നെ സോപ്പിട്ട് മേടിച്ചെടുത്തതാണ് കേട്ടോ. പൊടിയും പറഞ്ഞിട്ടുണ്ട്. അവളാണെങ്കിൽ നീങ്ങിക്കാൻ പറഞ്ഞിട്ട് കേൾക്കൊന്നുമില്ല. വെള്ളം ഒഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് വെള്ളവും ബക്കറ്റും ഒക്കെ വേണ്ടി വരും. പിന്നെ രാവിലെ തന്നെ നനഞ്ഞ് കുതിർന്ന് പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വെള്ളം തെളിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഞാനിപ്പോൾ അതൊന്ന് വാരി അവിടെ കത്തിക്കാനായിട്ട് കൊണ്ടിടാൻ വിചാരിക്കുന്നു. എന്നുവെച്ചാൽ ഇന്ന് നല്ല മഴക്കാറുണ്ട് കേട്ടോ. രാവിലെ തന്നെ അധികം വെയിലൊന്നുമില്ല, നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കത്തിക്കൽ എന്തായാലും ഇപ്പോൾ നടക്കില്ല. വൈകുന്നേരം ഞാൻ തീ ഇടാറുള്ളൂ കേട്ടോ. വൈകുന്നേരം ഇടാകുമ്പോൾ എന്താ വെച്ചാൽ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല. നമ്മൾ തീ കത്തിക്കുകയാണെങ്കിൽ പുകഞ്ഞങ്ങനെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാവില്ല. പിന്നെ അധികം പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ സൈഡിലൊന്നും. ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോഴാണ് പിന്നും കൊതുകിൻ്റെ ശല്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ പുട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറൊന്ന് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അത് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. അതിൻ്റെ ശേഷം ഞാനും പാത്തൂസ് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. സുഡാപ്പിക്കും ഇപ്പോൾ വേണ്ട, അതുപോലെ തന്നെ ദിലുവിന് ഇപ്പോൾ വേണ്ട, കുറച്ച് വേണ്ട മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും പാത്തൂസ് ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് റോബസ്റ്റ് പഴം കേട്ടോ, ചെറുപഴം കിട്ടിയില്ല, റോബസ്റ്റാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ പുട്ടും റോബസ്റ്റാണ് ഇരുന്ന് കഴിക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം കറണ്ട് പോയിട്ട് അപ്പോൾ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല, ചാർജും കുറവായിരുന്നു കേട്ടോ ഫോണിൽ. അപ്പോൾ അങ്ങനെ കേബേജ് ഉപ്പേരിയാണ്. പിന്നെ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിപ്പും തക്കാളിയും 2 പച്ചമുളകും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതിൻ്റെ ശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതായതിൻ്റെ ശേഷം നമുക്ക് നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്ന പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരമായി വെച്ചിട്ട് അപ്പോൾ ചൂട് പോയ കാരണം ഉണ്ടാട്ടോ. അല്ലെങ്കിൽ ചൂടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അത് തിളയ്ക്കാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിളയ്ക്കാൻ വെച്ച നേരം കൊണ്ട് ഞാൻ മാന്തൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് മുളകും കൂടി ഒന്ന് പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കറിയൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. കറി ഇവിടെയൊക്കെ തെറിച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലായ കാരണം കൊണ്ട് അതുകൊണ്ട് നല്ലപോലെ തന്നെ തെറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ മാന്തൾ ഞാൻ വറുക്കാനായിട്ട് ഇന്നലെ പപ്പടം പൊരിച്ച എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇതിന് 2-3 ദിവസത്തേക്ക് ഞാൻ എടുത്ത് വയ്ക്കാറില്ല, പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അന്ന് തന്നെ ഉപയോഗിക്കാറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാന്തൾ എന്തായാലും വറക്കണം. അപ്പോൾ അതിൽ വറുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ മീൻ വറക്കാൻ വെച്ചത്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് അതുപോലെ തന്നെ വറുത്ത് ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നിറച്ചും പൂച്ചകളുടെ ശല്യമാണ്. മണം എടുത്ത് കഴിഞ്ഞാൽ വേഗം അകത്തേക്ക് കയറി വരും. പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചോറും പാത്രത്തിലാക്കിയിട്ടാണ് അടച്ചു വെക്കാറ് കേട്ടോ, കുഞ്ഞു പാത്രത്തിലായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതേ ചോറൊന്ന് വാർത്തെടുക്കണം. ചോറ് റൈസ് കുക്കറിലാണ് കേട്ടോ ഇറക്കി വെക്കുന്നത്. അപ്പോൾ ചോറ് നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അരി ഇട്ടിട്ടാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. റേഷൻ അരി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വിത്തറിൻ്റെ അരി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അരിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ബക്കറ്റിലാക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ അരിയാണിപ്പോൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചോറൊക്കെ വാർത്തവിടെ സെറ്റാക്കിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ അടുപ്പിൻ്റെ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടൈലാണ് കേട്ടോ. അപ്പോൾ അത് ഒട്ടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ പൊട്ടലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെയാണ് കേട്ടോ ഈ കറുപ്പ് കളറൊക്കെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരട്ടെ.